ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിംസ് കോർണർ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് പ്ലാൻ ഡെക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ഡെക്കർ. എല്ലാവർക്കും അറിയാം എയർ ഡ്രൈ ക്ലേ എന്താണ്. നമുക്ക് വീട്ടിൽ തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിനാവശ്യം നമുക്ക് കോൺഫ്ലവർ 1 കപ്പ് വേണം, വൈറ്റ് ഗ്ലൂ 1 കപ്പ്, കുക്കിംഗ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, വൈറ്റ് അക്രിലിക് കളർ 1 ടേബിൾ സ്പൂൺ, അതുപോലെ വിനീഗറും 1 ടേബിൾ സ്പൂൺ. അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ പ്ലാൻ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആവശ്യമാണ്. നമ്മൾ സൈസിനനുസരിച്ച് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് ഞാനൊരു കേവ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനാണ് ഇരിക്കുന്നത്. നമുക്ക് പ്ലെയിൻ വേണ്ട, കേവ് വേണ്ട, പ്ലെയിൻ മതി. പ്ലെയിൻ ആയിട്ടുള്ള നമുക്ക് കണ്ടെയ്നേഴ്സ് എടുത്താൽ മതി. അപ്പോൾ താഴെ ഹോൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു പോട്ടിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി താഴെ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഗ്ലൂവും നമുക്ക് ഒട്ടാന പോലത്തെ ഗ്ലൂ ഉപയോഗിക്കാം. നമ്മൾ ഇൻസൈഡിലും ഗ്ലൂ കുറച്ചും കൂടി ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കണം, എന്നാലും നന്നായി സ്റ്റിക്കായി നിൽക്കും. ഉണങ്ങിയ ശേഷം മാത്രമേ എയർ ഡ്രൈ ക്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് വിട്ടുപോകും. ഞാനിവിടെ സ്നോമാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് കളർ എയർ ഡ്രൈ ക്ലേയും ബ്ലാക്ക് ആൻഡ് റെഡും വേണം. പിന്നെ നമ്മൾ ഒട്ടിയ കഴിഞ്ഞ ശേഷം നമ്മുടെ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. താഴെ പ്രൊജക്റ്റ് ചെയ്യുന്നിടത്തൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നീറ്റായി നമുക്കൊരു പോട്ട് കിട്ടും. ഇനി അതിൻ്റെ മേലെ നമുക്ക് സ്നോമാൻ്റെ എയർ ഡ്രൈ ക്ലേയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ കുറച്ച് പോർഷൻ ഓഫ് വൈറ്റ് എയർ ഡ്രൈ ക്ലേ എടുത്തു. എന്നിട്ട് നന്നായി പരത്തിയെടുക്കാം. പരത്താൻ നമ്മൾ ചപ്പാത്തി പരത്തണ ആ പലക എടുക്കാം. അതിൻ്റെ മേലെ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്ത് സർഫസ് കിട്ടത്തില്ല. ആ പലകയുടെ മേലെ എന്തെങ്കിലും അൺഈവൻ ആയിട്ടുള്ളത് നമ്മുടെ ആ ഡോവിൻ്റെ മേലെ വരും. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് സ്മൂത്ത് സർഫസ് കിട്ടും. അങ്ങനെ ആദ്യത്തെ സർക്കിൾ എടുത്ത് താഴെ നമ്മൾ ഫിക്സ് ചെയ്തു. താഴെ പോർഷൻ ഫിക്സ് ചെയ്ത ശേഷം സൈഡ് പോർഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്ത് നമ്മളത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് 4 സൈഡും കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് അത് നമ്മൾ ആ ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് നമ്മൾ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ നന്നായി അത് കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആവും, നമുക്ക് ചെയ്യാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ട് നന്നായിട്ടുള്ള ആ കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അതുപോലെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഇച്ചിരി തിക്കിലെടുക്കണം. ഇല്ലെങ്കിൽ എന്നാ വെച്ചാൽ നമ്മൾ അതിൻ്റെ പോട്ടിൻ്റെ മേലെ വെക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ പിന്നെയും തിന്നാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്കായിട്ട് എടുത്താൽ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീറ്റ് അതുപോലെ ക്രാക്കൊക്കെ വരാതിരിക്കാൻ അത് ഒത്തിരി സഹായിക്കും. അതുപോലെ ഞാൻ ഫസ്റ്റ് പീസ് എടുത്ത് ഞാൻ അത് സൈഡ് ഒട്ടിച്ചെടുത്തു. ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ആ പോട്ട് കവർ ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇച്ചിരി ടൈം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ നമുക്കിത് നീറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നമ്മുടെ വീട് തന്നെ ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ ഇത് കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് എനിക്ക് അത്ര പെർഫെക്ഷൻ വരാൻ പറ്റുന്നില്ല. പക്ഷെ കറക്റ്റായിട്ടുള്ള ഇതാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ആ ബാക്ക് സൈഡിലിരിക്കുന്ന സാൻഡ് അതുപോലെ ഉണ്ടാക്കി വരാം. അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് വേണം അതൊന്ന് നിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ പോട്ടിങ് ഈവൺ ആക്കി സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈവണായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇച്ചിരി സ്റ്റിഫായിട്ടുള്ളത് എടുക്കണം, ഇച്ചിരി കട്ടിയുള്ളത് സ്ട്രോങ് ആയിട്ടുള്ളത് എടുക്കണം. പിന്നെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. എൻ്റെ ഇച്ചിരി ഡിഫക്റ്റ് വന്നതാണ്. എന്നു വെച്ചാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പ്രസ്സായി പോകും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഈവണാക്കി എടുക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ഉള്ള ചെറിയൊരു ഡിഫക്റ്റാണത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ സ്നോമാൻ്റെ ബട്ടൺസ് വെക്കാൻ വേണ്ടി ബ്ലാക്ക് കളർ എടുത്ത് സർക്കിൾ ചുമ്മാ ചെറിയൊരു ബോൾ എടുത്ത് സർക്കിൾ ചെയ്ത് അവിടെ ഒട്ടിച്ചു. നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി അത് ഒട്ടിക്കാൻ. സ്റ്റിക്കായിക്കോളും, അത് കുഴപ്പമില്ല. ഓൾറെഡി അതിൻ്റെ ഒരു സ്റ്റിക്നെസ്സും ആ മറ്റേ ഗ്ലൂവിൻ്റെ ഇതും കൂടി ആയപ്പോൾ നീറ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇച്ചിരി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സർക്കിൾ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്യും. ഇതേപോലെ 3 വെച്ചു.
ഇനി നമ്മൾ റിബണാണ് ചെയ്യുന്നത്. റിബണ് റെഡ് കളർ എടുത്ത് പരത്തി നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ നീളത്തിൽ റിബൺ പോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്യും. നമ്മൾ ഇതിനും ശ്രദ്ധിക്കണം, തിക്കായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുത്തിട്ട് റിബൺ ഷേപ്പിൽ നമ്മൾ ഇത് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ആദ്യം എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയാവില്ല. അത് സെക്കൻഡ് ടൈം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും. ഫസ്റ്റ് എൻ്റെ ഇതുപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് കുക്കിംഗ് കുറഞ്ഞു പോയിട്ട് ഭയങ്കര സ്റ്റിക്കി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ കളർ കൊടുക്കുന്നത് ഫസ്റ്റ് വൈറ്റ് ഡൗൾ കുറച്ചെടുത്തിട്ട് ഞാൻ അക്രിലിക് കളർ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി. അപ്പോൾ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി സ്റ്റിക്കി ആവും നമ്മൾ അക്രിലിക് കളർ യൂസ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അക്രിലിക് കളർ പെയിൻറ്റ് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ലൂസും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ കളർ അനുസരിച്ച് നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അതിൻ്റേത് ഇച്ചിരി സ്റ്റിക്കിനെസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താലും മതി, അത് കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം സ്റ്റിക്കിനെസ് വരില്ല. അക്രിലിക് കളർ ഇച്ചിരി വാട്ടറി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഫുൾ ഒട്ടിച്ച ശേഷം ബാക്കി വരുന്നത് നമ്മളൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അതിന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ താഴേക്ക് നമ്മുടെ റിബൺ കിടക്കുന്ന പോലെ ജസ്റ്റ് സൈഡിൽ ഒരു ചെറിയ അതേപോലത്തെ ഒരു പീസ് വെച്ചിട്ട് ചുമ്മാ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അത് ബാക്കിയുള്ളത് അവിടെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. നമ്മളൊരു വി ഷേപ്പിലാണ് അവിടെ വയ്ക്കുന്നത്. കണ്ട് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടവലിടുന്ന പോലത്തെ ഒരു ഇത് കിട്ടും. പിന്നെ അറ്റത്തൊരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ആ തുണിയുടെ അറ്റം കാണിക്കണ പോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നോമാൻ റെഡിയായി. ഞാൻ ഇതേപോലെ ഒരു സാൻഡയും കൂടിയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ടേബിൾ വയ്ക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ സാന്റാക്ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റെഡും ബ്ലാക്കും വൈറ്റും വേണം. ഇതേപോലെ സെയിം സ്നോമാൻ എങ്ങനെയാണ് ഉണ്ടാക്കി അതേപോലെ തന്നെ സാൻഡൈൻ ഉണ്ടാക്കി ഒരു ബെൽറ്റ് മിഡിൽ വെച്ചു മാത്രം. മറ്റേതിന് നമ്മൾ സ്കാർഫ് മുകളിൽ, അപ്പോൾ സെയിം പോലെ വെച്ചു. പിന്നെ ബെൽറ്റിൻ്റെ ആ ഹുക്കിന് നമ്മൾ ഒരു ഗോൾഡൻ കളർ തൊട്ട് ഹൈലൈറ്റ് ചെയ്തു, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. സെയിം പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നോമാനും സാന്റാ പ്ലാൻ പോട്ട് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരിവൺ.